എൻ്റെ പേര് മോളി, കണിമംഗലത്ത് നിന്ന് വരുന്നു. ഞാൻ 2023 നവംബർ തൊട്ട് അച്ഛൻ്റെ ജപമാല കൂടി തുടങ്ങിയത്. എൻ്റെ മോൻ്റെ 10 കൊല്ലമായ മൂലക്കുരുവിൻ്റെ രോഗം ജപമാലയിലൂടെ മാറി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ കണ്ടോസ്നമുള്ളവർ ഈ പൈൽസ് മൂലക്കുരു ആ രോഗം വന്നവർക്ക് അറിയാതെ പെട്ടെന്ന് മാറുന്ന രോഗമല്ല, അത് അതുപോലെ ബുദ്ധിമുട്ട് കൊണ്ടുവരുന്ന ഒരു രോഗമാണ്. അതാണ് 10 വർഷമായിട്ടുള്ള രോഗം. അമ്മ അത്ഭുതമാല പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മാറ്റി കൊടുത്ത നിസ്സാര സൗഖ്യമല്ല എന്ന ആ രോഗം വന്നവർക്ക് അറിയാം. എൻ്റെ ചെറിയ മോന് 32 വയസ്സാണ്. അവൻ്റെ പ്രസവത്തിലൂടെ എനിക്ക് യൂറിൻ തുമ്മുമ്മലും ചുമക്കുമ്പോഴും യൂറിൻ പോണ അവസ്ഥയുണ്ടായിരുന്നു. 2018 തൊട്ട് അത് കൂടുതലായി. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാനോ ഒന്നിനും പറ്റില്ല. കുമ്പിട്ട് നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു. മോനെ പ്രസവിച്ച പിന്നെ തുടങ്ങി 18 കൂടി. എന്നിട്ട് പിന്നെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല, ഒന്നിനും പറ്റൂല. കുമ്പിട്ട് നിൽക്കാൻ പാടില്ല, ബക്കറ്റിൽ വെള്ളം എടുക്കാൻ പാടില്ല, ഒരു പണിയും ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥയായി. എന്നിട്ട് ഞാൻ ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2025 മാർച്ച് 22-ാം തീയതി ശനിയാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കണ ഓരോ വ്യക്തിക്ക് അത്ഭുത രോഗസൗഖ്യം ദൈവം കൊടുത്തിട്ടുണ്ടെന്ന്. ഞാനത് കാര്യമാക്കിയില്ല. പിന്നത്തെ ആഴ്ചയും ഞാനത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും അച്ഛൻ പറഞ്ഞു, ഈ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത്ഭുത രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്, ആൾ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി നോക്കി. അപ്പോൾ ഓടിയപ്പോൾ ചെറിയ മോനെ എനിക്ക് പ്രസവിച്ചപ്പോൾ എനിക്ക് സ്റ്റിച്ച് ഉണ്ടായിരുന്നു കുറേ. ആ സ്റ്റിച്ച് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ ഭയങ്കര പ്രയാസമാണ്. 3 ദിവസമൊക്കെ എത്തി പോവുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും യൂട്രസും ബ്ലാഡർ ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. സ്നേഹമുള്ളവർ, ഈ ചേച്ചിയുടെ അവസ്ഥ പറഞ്ഞല്ലോ. മോൻ ജനിച്ചപ്പോൾ തുടങ്ങിയതാണ്. മോനിപ്പോൾ 32 വയസ്സായി. അതായത് 32 വർഷമായിട്ടുള്ള രോഗമാണ്. അറിയാതെ മൂത്രം പോകുന്ന, തുമ്മൽ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെ മൂത്രം പോകുന്ന അവസ്ഥ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം പോയി എന്തായിരിക്കും അവസ്ഥ, ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. 2018 ഇപ്പോൾ ഈ രോഗം കൂടി. മനസ്സിലായോ? അതാണ് അത്ഭുതമാലയാണോ കണ്ടത്? അത്ഭുതമാല വൺ ഡേ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഉപവസിച്ച് കാണും. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പല രോഗശാന്തികൾ പറഞ്ഞു. ചേച്ചിക്ക് ആ മേഖല അതോടുകൂടി സൗഖ്യം കിട്ടി. കഴിഞ്ഞ മാർച്ചിൽ സൗഖ്യം കിട്ടിയതാണ്. 1 വർഷം കഴിഞ്ഞു സൗഖ്യം കിട്ടിയിട്ട്. കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ പ്രൈസലാം. പിന്നെ ഒരു ബ്രദർ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയിഡിന് സൗഖ്യം കിട്ടണമെന്ന് പറഞ്ഞ് തൈറോയിഡ് സൗഖ്യം കിട്ടിയോ? അത് സൗഖ്യം കിട്ടി. പ്രൈസലാം.